ഹായ് ഡിയർ മക്കളെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ കുറേ കുട്ടികൾ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ മക്കളെ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. കാൽക്കുലസിൻ്റെ തുടക്കം ഉള്ളൊരു ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതിനകത്തുനിന്ന് ഈ 2025 വരാൻ പോകുന്നത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും ടോട്ടൽ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നും വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 6 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും വരും. 2025 വെയിറ്റേജ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. സോ ഇത് പഠിക്കണമെങ്കിൽ മക്കളെ ഞാൻ പറയുന്ന കാര്യം പഠിച്ചു വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. ഇത് പഠിച്ചു വെച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനും ഇത്തവണ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചിലപ്പോൾ ലൈവ് ആയിരിക്കും, ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ തരും. ഈ 9 മാർക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. പക്ഷേ ഞാൻ പറയുന്ന കാര്യം പഠിക്കുക, എഴുതി പഠിക്കുക. കണ്ടിന്യൂറ്റിക്കകത്തുനിന്ന് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് LHL RHL ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക, കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക, റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക, എ ആൻഡ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കുക. സോ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇക്വേഷൻ അറിയേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. അത് നമുക്ക് പഠിക്കാം. പക്ഷേ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സെഷൻ പഠിക്കണമെങ്കിൽ മക്കളെ നിർബന്ധമായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനഃപ്പാടമാക്കണം. ഡിഫറൻഷ്യബിലിറ്റിക്കകത്ത് വരാൻ പോകുന്ന മക്കളെ ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് ചെയിൻ റൂൾ അനുസരിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് dy/dx കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ലോഗ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ട്രിഗ്നോമെട്രിക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പാരാമെട്രിക് ഫോംസ് തീറ്റയിലോ ടീയിലോ തരും. അപ്പോൾ dy/dθ dx/dθ കണ്ടുപിടിക്കുക, അതിനകത്ത് dy/dx കണ്ടുപിടിക്കുക. പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് d² y/dx², ഇത്രയും സംഭവങ്ങളെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലുള്ളൂ. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഇക്വേഷൻസ് മനഃപ്പാടമാക്കണം. അതേതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതി തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ മക്കളെ ഒരെണ്ണം ഒരു 5 തവണയോ അല്ലെങ്കിൽ 10 തവണയോ നിങ്ങൾ എഴുതി പഠിക്കണം. ഞാനിത് പഠിപ്പിക്കാൻ നേരത്ത് ഇടയ്ക്കിടയ്ക്ക് എന്താണ് x⁻n അല്ലെങ്കിൽ 1/x log x ഇതൊക്കെ വരാൻ നേരത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ ഞാൻ പറയണത് 10 തവണ, അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും 10 തവണ നിർബന്ധമായിട്ട് എഴുതി പഠിക്കുക. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പോസാക്കി വെക്കുക, ഓരോന്ന് എഴുതിയെടുക്കുക, 10 തവണ എഴുതി പഠിക്കുക. മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, d/dx ഓഫ് ഇതിന് ഡെറിവേറ്റീവ് ഒന്ന് വായിച്ചാൽ മതി. ഇത് അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. d/dx ഓഫ് x⁻n എന്ന് പഠിക്കണമെന്നില്ല. ഡെറിവേറ്റീവ് ഓഫ് x⁻n n(x⁻n-1), ഡെറിവേറ്റീവ് ഓഫ് c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0, കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 5, ഡെറിവേറ്റീവ് ഓഫ് 10, ഡെറിവേറ്റീവ് ഓഫ് 1000, ഡെറിവേറ്റീവ് ഓഫ് 1,00,000 എന്നൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ 0 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x⁻n എന്താണ്? n(x⁻n-1), ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0, ഡെറിവേറ്റീവ് ഓഫ് x 1, ഡെറിവേറ്റീവ് ഓഫ് √x 1/2√x, ഡെറിവേറ്റീവ് ഓഫ് 1/x - 1/x², ഡെറിവേറ്റീവ് log x 1/x, ഡെറിവേറ്റീവ് ഓഫ് e⁻x. ഇത് മനഃപ്പാടമായിട്ട് പഠിച്ചിരിക്കണം. 1 2 3 4 5 6 7 ഓക്കെ ആണല്ലോ. ഈ 7 പഠിച്ചതിന് ശേഷം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ 6 പഠിക്കുക. ഒരെണ്ണം 10 തവണ ഞാൻ ഇടയ്ക്ക് നിന്ന് എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ പറ്റണം. ഡെറിവേറ്റീവ് log x 1/x, ഡെറിവേറ്റീവ് 1/x - 1/x², ഡെറിവേറ്റീവ് e⁻x. അങ്ങനെ തറവായിട്ട് മനസ്സിൽ കയറണമെങ്കിൽ 10 തവണ എഴുതി പഠിക്കുക. പിന്നെ അടുത്ത ഡെറിവേറ്റീവ് ഓഫ് sin x cos x, ഡെറിവേറ്റീവ് ഓഫ് tan x sec²x, cos x - sin x cosec x, cosec x cot x, sec x tan x, cot x - cos²x. അപ്പം ഇങ്ങനെ ഇടയ്ക്കുന്ന് പറയാൻ പറ്റണം. വെള്ളം പോലെ ഇത് പഠിച്ചിരിക്കണം മക്കളെ. എല്ലാ എൻ്റെ മക്കളും നിർബന്ധമായിട്ട് 10 തവണ ഇത് ഓരോന്നും എഴുതി പഠിക്കുക. കാണാപ്പടം പഠിക്കണം. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ഇൻ്റഗ്രലിൽ അത്ര എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഇത് സ്പീഡ് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പം നിങ്ങളോട് ഇടയ്ക്ക് ചോദിക്കണം ഡെറിവേറ്റീവ് ഓഫ് √x, ഡെറിവേറ്റീവ് ഓഫ് 1/x, ഡെറിവേറ്റീവ് ഓഫ് എൻ്റെ കൂടെ പറയാൻ പറ്റുന്നുണ്ടോ നോക്കണേ. പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണ്ട. ഓക്കെ, ഞാൻ പെട്ടെന്ന് ചോദിക്കുവാണ് നിങ്ങളോട്. പിന്നെ ഇതും കൂടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ 6 കൂടെ. ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാപ്പടം പഠിക്കേണ്ടുള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് sin ഇൻവേഴ്സ് x, cos ഇൻവേഴ്സ് x, tan ഇൻവേഴ്സ് x, cot ഇൻവേഴ്സ് x, cosec ഇൻവേഴ്സ് x, sec ഇൻവേഴ്സ് x. ഇത്രയും സംഭവങ്ങൾ കാണാപ്പാടം എഴുതി പഠിക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പമായി. സാറേ ഞാനിതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ എന്തിനാ എൻ്റെയൊക്കെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതണ്ട. ഓക്കെ, പെട്ടെന്ന് പറയാൻ പറ്റണേ. ഡെറിവേറ്റീവ് ഓഫ് cot ഇൻവേഴ്സ് x, ഡെറിവേറ്റീവ് ഓഫ് log x, ഡെറിവേറ്റീവ് ഓഫ് √x, ഡെറിവേറ്റീവ് ഓഫ് tan x, ഡെറിവേറ്റീവ് ഓഫ് sec ഇൻവേഴ്സ് x, ഡെറിവേറ്റീവ് ഓഫ് 1/x, ഡെറിവേറ്റീവ് ഓഫ് cosec x, ഡെറിവേറ്റീവ് ഓഫ് cot ഇൻവേഴ്സ് x, ഡെറിവേറ്റീവ് ഓഫ് 1/x.
ഈ സമയം കൊണ്ട് തന്നെ എനിക്ക് ഉത്തരം തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു. പക്ഷേ അയ്യോ സാർ ഇത്ര സ്പീഡിൽ ചോദിക്കണം പറയാൻ പറ്റണം. ഡെറിവേറ്റീവ് 1/x 1/x², ഡെറിവേറ്റീവ് log x 1/x, ഡെറിവേറ്റീവ് sec x tan x, ഡെറിവേറ്റീവ് cot x minus cos x², ഡെറിവേറ്റീവ് e⁻x, ഡെറിവേറ്റീവ് cot inverse x -1/1 + x², ഡെറിവേറ്റീവ് cosec inverse x -1/x √x² - 1 എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എഴുതി പഠിക്കണം 10 തവണ. മസ്റ്റായിട്ട് എഴുതി പഠിക്കുക മക്കളെ. അതിനുശേഷം ബാക്കിയുള്ള ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഡെറിവേറ്റീവ്സ് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 10 തവണ നിർബന്ധമായിട്ട് എൻ്റെ എല്ലാ മക്കളും എഴുതി പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രം മുന്നോട്ട് പഠിച്ച് പോകാവുള്ളൂ, എങ്കിൽ മാത്രം മുന്നോട്ട് പഠിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്ര നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ.